നമ്മൾ തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശ്വരൻ്റെ അമ്പലത്തിലോട്ടാട്ടോ പോണത്. ഇത്ര അടുത്തായിട്ട് ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ. അപ്പം നമ്മളൊരു 6 മണി കഴിഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്, അതുകൊണ്ടാട്ടോ സത്യത്തിൽ അമ്പലത്തിൽ പോകണം. ഞാനും ആളും കൂടി ആട്ടോ പോയിട്ടുണ്ടായിരുന്നേ. ആളൊക്കെ അമ്പലത്തിൽ പാൽപ്പായസം നടത്തണമായിരുന്നു. പിന്നെ നമ്മൾ അത് നടത്തി കുറച്ച് നെയ്യൊക്കെ ആയിട്ടാട്ടോ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നേ. പൂർണ്ണത്തുറയിൽ മഹാവിഷ്ണു എന്ന് എനിക്ക് അറിയണ്ടായില്ല. ആ മാത്രം എല്ലായിടത്തും പ്രതിഷ്ഠ ഒരു വേറൊരു രീതി ഉണ്ടായിരുന്നു. ഭയങ്കര പോസിറ്റീവ് വൈബ്. അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് നേരെ ഇറങ്ങിയത് ലക്ഷ്മി നിവാസിലേട്ടാട്ടോ. പേട്ടയിലാട്ടോ ഈ കട. ഞാൻ ഇതുവരെ ഈ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. മാളു പറഞ്ഞ ഈ കടയിൽ ഒരു പൊടി മസാല ദോശ ഉണ്ട്, അത് അടിപൊളിയാണ്. എനിക്ക് മാളുമായിട്ട് ഇത് വാങ്ങി തന്നിട്ട് നോക്കിയപ്പോഴാണെങ്കിലോ സാധനം അടിപൊളിയായിട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സാധനം ട്രൈ ചെയ്ത് ഇടയിൽ പോയാലും പിന്നെ കറണ്ട് പോണത് അതെന്തായാലും മറക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. പെട്ടെന്ന് എന്താ അമ്പലത്തിൽ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരനിന്റെ 2ാമത്തെ ഔട്ട്ലെറ്റ് തൃപ്പൂണിത്തുറയിൽ വരാനോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയാണേ. പിറ്റേന്ന് നമ്മൾ വിളക്ക് കത്തിച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ഒന്നും കൂടി എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പിറ്റേന്ന് പോയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ലൈലാമക്ക് അത് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചോട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.